തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്ക് കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നഗരത്തിനു സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടുകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെയും പുറത്താക്കി തുടങ്ങി. എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം യേശു ദേവാലയത്തിൽ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജനനവും ജീവിതവും നടപ്പും പ്രകാശപൂരിതമാക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. അതിലൊരു വേദഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ട ലൂക്കോസ് 19-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തീയ മാർഗങ്ങളുടെയും സമുദായങ്ങളുടെയും ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് വഴിതെറ്റിയ പാതയിലൂടെയാണെന്നുള്ളത് പറയാതിരിക്കുവാൻ തരമില്ല. ഇത്തരുണത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലെ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യെരൂശലേം ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അത്ഭുത സ്തബ്ധനാക്കിയ ഒരു കാഴ്ച ഈ ലൂക്കോസ് 19 നമുക്ക് കാണാൻ കഴിയും. യെരൂശലേം ദേവാലയത്തിൻ്റെ ആ ഭാഗത്ത് വന്നപ്പോൾ ആ പട്ടണത്തെ നോക്കി കരഞ്ഞതായിട്ടാണ് ആദ്യം കാണുന്നത്. കർത്താവിന് ദയയുണ്ട്, സ്നേഹമുണ്ട്, കരുണയുണ്ട്, മനസ്സിലുണ്ട്. വേദനിക്കുന്നവരുടെ സഹതാപം കാണിക്കാറുണ്ട്, ദുഃഖിക്കുന്നവരുടെ ദുഃഖിക്കാറുണ്ട്, കരയുന്നവരോട് ചേർന്ന് കരയാറുണ്ട്. കർത്താവ് യെരൂശലേമിലെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കരഞ്ഞതായിട്ട് നാം കാണും. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കരഞ്ഞ 3 സന്ദർഭങ്ങളെ വളരെ പ്രധാനമായിട്ട് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന്, നാം ഇപ്പോൾ വായിച്ച ഈ വേദഭാഗത്താണ്. യെരൂശലേം ദേവാലയത്തെ കണ്ട് കർത്താവ് കരഞ്ഞു എന്ന് വായിക്കുന്നു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ബെഥാനിയയിലെ മാർത്തയും മറിയയും ലാസറും പാർക്കുന്നതായ ആ ഭവനം. ആ ഭവനത്തിലെ ഏക ആശ്രയമായിരിക്കുന്ന തങ്ങളുടെ ലാസർ, തങ്ങളുടെ സഹോദരൻ, രോഗം മൂർച്ഛിച്ച് അത് മരണത്തിലേക്ക് പോകുന്നതിനും ആ മരണാനന്തരം അവനെ 4 ദിവസത്തിന് ശേഷമാണ് കർത്താവ് ആ ഭവനത്തിൽ വന്നെത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യേശു അവിടെ വരികയും അവരോട് അവനെ എവിടെ വെച്ചു എന്ന് ആവശ്യപ്പെട്ടു. അവർ അവനെ അടക്കിയ കല്ലറ കാണിച്ചു. യേശു കല്ലറയ്ക്കൽ ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. അവൻ ഉറക്കെ കരഞ്ഞു. അവിടുന്ന് ആ മരിച്ചവൻ കല്ലറയിൽ നിന്ന് പുറത്ത് വന്നതായിട്ട് നമ്മൾ വായിക്കും. അവന് ശരീരം മുഴുവനും യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യുക, അവനെ സുഗന്ധവർഗ്ഗങ്ങളും ഒക്കെ ഇട്ട് അതോടൊപ്പം തന്നെ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണ്. അവന് കെട്ടഴിപ്പീൻ എന്ന് പറഞ്ഞു. അവൻ്റെ കെട്ടുകളൊക്കെ അഴിച്ചു. അവന് ജീവനുള്ളവനായിട്ട് മാർത്തയ്ക്കും മറിയയ്ക്കും അതിൻ്റെ ചുറ്റുപാടും നോക്കി നിൽക്കുന്ന സകലർക്കും അവനെ ജീവനുള്ളവനായിട്ട് യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊടുത്തു. കർത്താവ് മാർത്തയോട് നേരത്തെ പറഞ്ഞിരുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു.
എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് മാർത്തയോടും ഒക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് മരണത്തിന്മേലും ജീവന്മേലും അധികാരമുള്ള നമ്മുടെ കർത്താവ് മരിച്ച് 4 ദിവസം കഴിഞ്ഞതായ ലാസറിനെ ഉയർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അങ്ങനെ തൻ്റെ സ്നേഹിതനായ ലാസറിനെ ഓർത്ത് കരഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് 2ാമത് കരഞ്ഞ സംഭവമാണ്. 3ാമത് കരഞ്ഞതായ സംഭവം അത് മുഴു ലോകത്തെ നോക്കി കർത്താവ് കരഞ്ഞതിനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ കർത്താവ് അത് കരഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് ഉറക്കെ കരഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ 2 കള്ളന്മാരോടൊപ്പമായിട്ട് അവനെ തൂക്കപ്പെടേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2 കള്ളന്മാരുടെ മധ്യത്തിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അത് കരഞ്ഞതായ സംഭവം മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്: എൻ്റെ ദൈവമേ നീയും എന്നെ കൈവിട്ടത് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് നിദാനം എന്ന് പറയുന്നത് കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണമാണ്. അതല്ലാതെ മറ്റ് അനിവാര്യമായിരിക്കുന്ന മറ്റൊന്നില്ല, അതിന് തത്തുല്യമായ മറ്റൊന്നില്ല. അല്ലാതെ വേറെ ഒരു മാർഗം ചെയ്താലും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം ലഭിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും അതൊന്നുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രക്ഷയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും ആ മരണത്തിന് ശേഷമുള്ള അടക്കവും ഉയർത്തെഴുന്നേൽപ്പും ആണ്. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം. അതുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അത് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ആ കർത്താവ് ക്രൂശിലേക്ക് കയറിയത് സകല മനുഷ്യവർഗത്തിനും രക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. എന്നെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് 3ാമതായിട്ട് മുഴുവൻ ലോകത്തിനും വേണ്ടി കരഞ്ഞു എന്ന് പറഞ്ഞാൽ, 1ാമതായിട്ട് ഒരു പട്ടണത്തിന് വേണ്ടി കരഞ്ഞു. അതാണ് യെരുശലേമിനെ നോക്കി കരഞ്ഞതിനെ കുറിച്ച് വായിക്കുന്നത്. 2 ഒരു വ്യക്തിയെ നോക്കി കരയുന്നു, ലാസർ. 3 മുഴുവൻ ലോകത്തെ നോക്കി കരയുന്നു: എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കരഞ്ഞ 3 വ്യത്യസ്തമായ സാഹചര്യങ്ങൾ. ഞാനും നിങ്ങളും ഏതെങ്കിലും പട്ടണത്തിലാണെങ്കിൽ നമ്മളെ നോക്കി കരയുന്ന ഒരു കർത്താവുണ്ട്. വ്യക്തിപരമായി എന്നെയും നിങ്ങളെ നോക്കി കരയുന്ന ഒരു കർത്താവുണ്ട്. ഞാനും നിങ്ങളും ലോകത്തിൽ നശിച്ചു പോകാതിരിക്കാനായിട്ട് എന്നെയും നിങ്ങളെ നോക്കി എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് തൻ്റെ പ്രാണനെ വെടിഞ്ഞ കർത്താവ് നമ്മെ നോക്കി കരയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ഈ കരച്ചിലിൻ്റെ 3 ലക്ഷ്യങ്ങളാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു വാവിട്ട് നിലവിളിച്ചതെന്നും നിന്നെ സ്നേഹിക്കുന്നുണ്ടാണ് വ്യക്തിപരമായി നിന്നെ ഓർത്ത് കരയുന്നതെന്നും നീ പട്ടണത്തിൽ നശിച്ചു പോകാതിരിക്കുവാനായിട്ടാണ് യേശു നിന്നെ പട്ടണത്തിൽ അത് കരയുന്നതിനായിട്ട് വന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇവിടെ അന്നത്തെ ആളുകളുടെ മോശമായ ഒരു അവസ്ഥ തൻ്റെ കരള് അലിയിപ്പിച്ച് എന്നുള്ളതാണ്. അന്നത്തെ ദൈവജനത്തിൻ്റെ ജഡീകത്വത്തിൻ്റെ ചിത്രം നമുക്ക് അത് ഈ ഭാഗത്ത് കാണാൻ കഴിയും. അത് കർത്താവിൻ്റെ കൺമുന്നിൽ പതിക്കുകയുണ്ടായി. അപ്പം ഇതോടൊപ്പം പഴയ നിയമകാലത്തെ ദേവാലയത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതല്ലേ? എസ്രായുടെ പുസ്തകം 9:3 മുതൽ 7 വരെയും, നെഹമ്യ 1:4 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലും, ദാനിയേൽ 9:4 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേലിയരുടെ മ്ലേച്ഛതകളെ ഓർത്ത് വിലപിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. അത് കാരണം ഞങ്ങൾ അപമാനത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നെഹമ്യാവും ഇസ്രായേലിൻ്റെ ദുഷിച്ച അവസ്ഥ കേട്ടപ്പോൾ ഇരുന്ന് കരയുന്നതായി കാണാം. താൻ ദുഃഖിച്ചും കരഞ്ഞും ഉപവസിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നെഹമ്യ 1:7. അപ്പോൾ ഇസ്രായേൽ പോലെയും നെഹമ്യാവിനെ പോലെയും ദാനിയേലിലും വിലപിക്കുന്നു. എന്താണ്? ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു, മത്സരിച്ചു,
നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. നോക്കുക, കർത്താവിൻ്റെ അതേ മനോഭാവം പഴയ നിയമത്തിൽ പ്രധാന നടത്തിപ്പുകാരായിരിക്കുന്ന എസ്രായിലും നെഹമ്യാവിലും ദാനിയേലിലും നമുക്ക് കാണാം. അവർ ഇസ്രായേലിൻ്റെ പാപം സ്വന്തം പാപമായി ഏറ്റുപറയുകയാണ്. കർത്താവ് ഈ അവസരത്തിൽ യെരൂശലേമിലേക്ക്, ദേവാലയത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് ഒരു ശിക്ഷ നടപ്പാക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഉടനെ തന്നെ കർത്താവ് ഒരു ആക്ഷൻ നടപ്പാക്കിയാണ്. എന്താണ്? ലൂക്കോസ് 19:45 വാക്യം നമ്മൾ വായിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവ് എന്ത് ചെയ്തു? ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ എല്ലാം ചെയ്തു പുറത്താക്കി തുടങ്ങിയെന്ന് വായിക്കുന്നു. വിൽക്കുന്നവരെല്ലാം പുറത്താക്കി തുടങ്ങിയെന്ന് വായിക്കുന്നു. അപ്പോൾ കർത്താവ് ഒരു ആക്ഷൻ എടുക്കുകയാണ്. എന്താണ് ആക്ഷൻ? വിൽക്കുന്നവരെല്ലാം പുറത്താക്കി തുടങ്ങി. എന്ത് വിൽക്കുന്നു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്ത് വിൽക്കുന്നവരെ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ വേദഭാഗത്ത് എന്താണ് വിൽക്കുന്നതെന്നും ആരാണ് വിൽക്കുന്നതെന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലും മർക്കോസ് 11:15 മുതൽ 17 വാക്യങ്ങളിലും വളരെ സവിസ്തരമായിട്ട് ആ കാര്യം സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെ എന്ത് ചെയ്തു? പുറത്താക്കി. എങ്ങനെ പുറത്താക്കി? കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അടിച്ച് പുറത്താക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് ചെയ്തു? അത് ഈ നിലയിൽ തൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നതായ കച്ചവടക്കാരും തൻ്റെ ആലയത്തെ മോശമാക്കുന്നതായ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നവരെ എന്ത് ചെയ്തു? കർത്താവ് അടിച്ചു പുറത്താക്കിയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. യേശുവിൻ്റെ കയ്യിൽ ഒരു ചമ്മട്ടി ഉണ്ടായിരുന്നതായിട്ട് കാണുന്നു. അവൻ ചമ്മട്ടി കൊണ്ട് പുറത്താക്കിയെന്ന. അപ്പോൾ യേശു ഈ കാനാവിലെ കല്യാണ വീട്ടിൽ തൻ്റെ കരുണ പ്രദർശിപ്പിച്ച ശേഷം എന്ത് ചെയ്തു? ദേവാലയത്തിലേക്ക് യേശു യാത്ര തിരിച്ചു. ഒരു വീടിൻ്റെ ആവശ്യത്തിൽ കരുണ കാണിച്ച കർത്താവ് തൻ്റെ ന്യായവിധിയുടെ കരം നീട്ടുന്ന സന്ദർഭമാണ് ദേവാലയത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചിരുന്നല്ലോ, നമ്മുടെ കർത്താവിന് എന്തുണ്ട്? ദയയുണ്ട്, സ്നേഹമുണ്ട്, കരുണയുണ്ട്, മനസ്സിലുണ്ട്. വേദനിക്കുന്നവരോട് എന്ത് ചെയ്തു? അവൻ സഹതാപം കാണിക്കുന്നവനാണ്, ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുന്നവനാണ്, കരയുന്നവരോട് കരയുന്നവനാണ്. ഇങ്ങനെയെല്ലാം നമുക്ക് മുമ്പേ കേൾക്കാനായിട്ട് കഴിഞ്ഞല്ലോ. ഇവിടുത്തെ ഒരു വീടിൻ്റെ ആവശ്യത്തിൽ കരുണ കാണിച്ച കർത്താവ് തൻ്റെ ന്യായവിധിയുടെ കരം ഈ ദേവാലയത്തിൽ നീട്ടുന്നതായിട്ട് കാണാൻ കഴിയും. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള യഹൂദന്മാർ ഒന്നിച്ച് യെരൂശലേം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടി വരുന്നത് വർഷത്തിൽ 3 പ്രാവശ്യമാണ്. ഈ ഉത്സവത്തിൽ യേശു യെരൂശലേം ദേവാലയത്തിലേക്ക് കണ്ടത് മൃഗങ്ങൾ, പക്ഷികൾ, ആടുകൾ, കാളകൾ എന്നിവ കച്ചവട ചരക്കുകളായി കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടാതെ പൊൻവാണിഭവക്കാരെയും കാണാം. പെരുന്നാൾ വരുന്ന പ്രായപൂർത്തിയായ ഓരോ യഹൂദനും വീണ്ടെടുപ്പ് വിലയായ 1/2 ശേക്കൽ, അതായത് പുറപ്പാട് 30:13 വാക്യം, മത്തായി 17:34 വാക്യം അർപ്പിക്കണമായിരുന്നു. അതും യഹൂദൻ്റെ നാണയത്തിൽ അതിന് ഈ ദേവാലയ മുൻവശത്ത് കച്ചവടം നടത്തുന്നവരിൽ നിന്നും ഈ നാണയം വാങ്ങി വന്നത്. ഇവിടെ ചിന്തനീയമായ ഒരു വിഷയം, ദൈവത്തിന് പ്രതിഷ്ഠിക്കേണ്ട സ്ഥലം കാളയ്ക്കും ആടിനും പക്ഷിക്കും പണത്തിനുമായി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിലൂടെ പോയത് ഇങ്ങനെയാണ്. കാളയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. കാള സാമാന്യം നല്ല മൃഗമാണ്. ആളുകൾ അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? അത് കുത്തി മുറിവേൽപ്പിക്കും. ചിലപ്പോൾ മറ്റുള്ളവരെ കുത്താൻ ഓടിക്കും. നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആരെയും അത്ര എളുപ്പത്തിലൊന്നും ഈ കാളയെ അടുപ്പിക്കത്തില്ല. വലിയ ഇണക്കമോ മെരുക്കമോ ആയ നല്ല ഗുണങ്ങളൊന്നും അത് പ്രദർശിപ്പിക്കാറില്ല. ഇത്തരം കാളകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ടില്ലായിരിക്കാം. പക്ഷെങ്കിൽ നാം അറിയാതെ ഇവയുടെ സ്വഭാവം വ്യക്തിജീവിതത്തിൽ കടന്ന് ചില്ലറ ദോഷം ചെയ്യാറില്ലേ? അടുത്തിരുന്ന് അപ്പം മുറിക്കുന്നവരോട് വേണ്ടത്ര സ്നേഹമോ പരിഗണനയോ കാണിക്കാറുണ്ടോ? ചിലപ്പോൾ കുത്തി മുറിവേൽപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ സ്വഭാവം
ഒന്ന് നിർത്തിക്കൂടെ സഹോദര സഹോദരി എന്ന് ക്രിസ്തുനാഥൻ പറയേണ്ടതായോ ചമ്മട്ടിയെടുത്ത് പ്രഹരം നടത്തേണ്ടതായോ സമയം അതിക്രമിച്ചോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ആകയാൽ ശമൂവേൽ ചോദിക്കുന്നു, എൻ്റെ ചെവിയിൽ കേൾക്കുന്ന ആടുകളുടെയും കാളകളുടെയും കരച്ചിലും മുക്രയും എന്ത്? 1 ശമൂവേൽ 15:14-15. ആകയാൽ ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിച്ചിട്ട് നശിപ്പിക്കേണ്ടതിനെ നശിപ്പിച്ചപ്പോൾ വിശ്വാസികൾക്ക് എന്ത് ചെയ്തു? നശിപ്പിച്ചിട്ട് നമുക്ക് ദേവാലയത്തിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സമയം ഇപ്പോഴാണ്. വിശ്വാസികൾ എന്ത് ചെയ്ത് അത് ആ നിലയിൽ ഈ സ്വഭാവം ആലയത്തിലേക്ക് വരുമ്പോൾ അനുവദിച്ചുകൂടാ എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാള ആ നിലയിൽ മരുക്കമില്ലാത്തതും അതുപോലെ അതിനോട് അടുക്കുന്നവരെ കുത്തി ഓടിപ്പിക്കുന്നതും കുത്തി മുറിവേൽപ്പിക്കുന്നതുമായ ആ സ്വഭാവ വൈശിഷ്ട്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് കാണുന്നത്. ആ സ്വഭാവം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നും അടുത്തിരിക്കുന്നവരെ സ്നേഹിക്കുന്നതിനും അടുത്ത് ഇരുന്ന് ആരാധിക്കുന്നവരെ നാം പ്രോത്സാഹിപ്പിക്കണമെന്നും അവരോട് സ്നേഹവും ദയയും കാണിക്കണമെന്നുള്ള കാര്യമാണ് യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ ഈ ഭാഗത്ത് ചിന്തിച്ചപ്പോൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കുന്ന ആടിനെ വിൽക്കുന്നവരെയാണ്. കാള പോലെ ഉപദ്രവം ഉള്ളതല്ലെങ്കിലും ആരെയും ആക്രമിക്കുകയില്ലെങ്കിലും ചില ന്യൂനതകൾ ഈ ആടിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആട് പോകുന്ന വഴിയിൽ കണ്ണിൽപ്പെടുന്ന സകല ചെടികളും അതിനാവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കടിച്ചു നോക്കും. ചെടിയുടെ തളിരും കൂമ്പും കടിച്ചെടുത്ത ശേഷം അടുത്ത ചെടിയിലേക്ക് പോകും. പോകുന്ന വഴിയിൽ എല്ലാ ചെടികളുടെയും നാമ്പ് കണ്ടില്ലെന്ന് വരാം. പിന്നെ ഈ ഈ ചെടി വളരാനായിട്ട് പ്രയാസമാണെന്ന് മാത്രമല്ല മുരടിച്ചു പോവുകയും ചിലപ്പോൾ ഇല്ലാതാകുകയും ചെയ്യും. നമ്മിൽ ഈ ആടിൻ്റെ സ്വഭാവമില്ലെന്ന് ആർക്കെങ്കിലും തറപ്പിച്ച് പറയാൻ സാധിക്കുമോ? അനാവശ്യമായി അന്യരുടെ കാര്യത്തിൽ ഇടപെട്ട് എഴുതിയും ഫോൺ വിളിച്ചും തമ്മിലടിച്ചും മറ്റുള്ളവരുടെ സുഖജീവിതത്തിന് കേടുവരുത്തിയിട്ടില്ലേ? തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വഴിതെറ്റിച്ചിട്ടില്ലേ? മറ്റുള്ളവൻ്റെ കൂട്ടായ്മ തടഞ്ഞിട്ടില്ലേ? വളരാനും ഉയരാനും സാധിക്കാതെ വഴിമുട്ടിച്ചിട്ടില്ലേ? വിദേശ സഭകൾ ശുശ്രൂഷകൾക്കായി മറ്റുള്ളവരെ വിളിക്കുമ്പോൾ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ നല്ല അഭിപ്രായമാണോ കൊടുക്കുന്നത്? പ്രിയരെ, നാമും നമ്മുടെ ഹൃദയത്തിൽ ആടിനും വിൽപ്പനയ്ക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നു, സംശയമില്ല. ഈ കാര്യം വിലയിരുത്തിയിട്ട് വേണം നാം കർത്താവിനെ ആരാധിക്കുവാൻ. ഈ വിധമായ കാളയുടെ സ്വഭാവമോ ആടിൻ്റെ സ്വഭാവമോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമതായി യെരൂശലേം ദേവാലയത്തിൽ പ്രാവിനെ വിൽക്കുന്നതായി കണ്ടു. വളരെ ആദരിക്കപ്പെടുന്ന പക്ഷിയാണ്. സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിരൂപം. ഇതെല്ലാം നല്ലതാണെങ്കിലും ഒരു പോരായ്മ ഈ ചെറിയ പക്ഷിക്കുണ്ട്. സാധാരണയായി മരക്കൊമ്പ്, കെട്ടിടത്തിൻ്റെ ഭിത്തികൾ അവയാണ് താമസ സ്ഥലം. അവിടെ ഇരുന്ന് താഴെ കൂടെ പോകുന്നവരുടെ തലയിലും വസ്ത്രത്തിലും കാഷ്ടിച്ചിടുന്ന പ്രകൃതി മറ്റുള്ളവർക്ക് കോപം ഉണ്ടാക്കുന്നതാണെങ്കിലും ശാരീരിക നിയന്ത്രണം അല്പം കുറവായതുകൊണ്ട് അറിയാതെ ചെയ്തു പോയെന്ന് വരാം. ഈ പ്രാവിനെ പോലെ കളങ്കമറ്റവരായി ജീവിക്കുന്നവരെന്ന് തോന്നിയാലും അത് വിശ്വാസിയോ മൂപ്പന്മാരോ സുവിശേഷകനോ ആരുമായിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ അഭിമാനത്തിനും അതുപോലെ തന്നെ നമ്മുടെ അവരുടെ അന്തസ്സിനും കളങ്കം പറ്റുന്നതായ അല്ലെങ്കിൽ അവരുടെ നല്ല പേരിന് കളങ്കം ചാർത്താൻ നടത്തുന്നതിന് യാതൊരു മടിയും ഈ കൂട്ടർക്ക് ഇല്ല. മറ്റുള്ളവരുടെ നേരെ ചെളിവാരി എറിയാനും മോശമായി കുറ്റപ്പെടുത്താനും തരം താഴ്ത്തുവാനും മറ്റുള്ളവരുടെ ശോഭ കെടുത്തി കളയാതിരിക്കുവാനും ശ്രമിച്ചാൽ കൊള്ളായി. മറ്റുള്ളവർ പെട്ടെന്ന് നിങ്ങളെ കണ്ടുപിടിക്കാൻ ഇടയില്ലാത്ത മാർഗത്തിലൂടെ ന്യൂ ടെക്നോളജി അവരുടെ ശരീരത്തിനും മനസ്സിനും വസ്ത്രത്തിനും ശുശ്രൂഷകൾക്കും നിറം കെടുത്തുന്ന പ്രവണതകൾ, മനോഭാവങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 13:10 പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പൗലൂസ് പറയുന്നത് പോലെ വെള്ള തേച്ച ചുവരെ
സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതുകൊണ്ട് ദൂതനെ അടിച്ച് കൃമിക്ക് ഇരയായിപ്പോയി. പ്രവൃത്തി 12:21. ആകയാൽ ക്രിസ്തുവിൻ്റെ ദാസനായ പൗലോസ് പറയുന്നത് പോലെ നാം ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആലയങ്ങൾ ആത്രേ. ആയതിനാൽ ഈ ദേവാലയത്തിന് നിരക്കാത്തതും വിശ്വാസിക്ക് ചേരാത്തതുമായ വിവിധ കച്ചവടങ്ങൾ അവസാനിപ്പിച്ച് ദൈവമഹത്വം ലക്ഷ്യമാക്കി ജീവിക്കാം. യേശു ദേവാലയത്തിലെ കച്ചവട വസ്തുക്കളെയും കച്ചവടക്കാരെയും നമ്മൾ വായിക്കുന്നത്, അതേ ദേവാലയത്തിലെ കച്ചവട വസ്തുക്കളെയും കച്ചവടക്കാരെയും ചമ്മട്ടിപ്രഹരം നടത്തി ക്ലീൻ ആക്കിയ ശേഷം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കർത്താവ് പറയുന്ന കാര്യം, നിങ്ങളോ എൻ്റെ ആലയത്തെ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർന്നെന്നാണ് വായിക്കുന്നത്. നാം ഇത് യിരെമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മത് കാണാൻ കഴിയും. 7:11. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, എനിക്കും അങ്ങനെ തന്നെ അത് തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ആദിയിൽ എൻ്റെ നാമം വിളിച്ചിരുന്ന ശീലോവിലുള്ള എൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടനിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവിൻ. ആകയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളെ ഒക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടപെടാതെയും നിങ്ങളോട് സംസാരിച്ച് വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുകയുണ്ട്. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന നിങ്ങൾ അതെ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോടും ശീലോവോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യും. ഇവിടെ മറ്റൊരു കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്താ അറിയാമോ? യിരെമ്യാവ് 2-ാം അധ്യായത്തിൻ്റെ മുതൽ 6-ാം അധ്യായം വരെ പ്രവാചകൻ്റെ ശുശ്രൂഷയുടെ 5 വർഷത്തെ ശുശ്രൂഷയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അന്ന് എനിക്ക് 20 വയസ്സ് പ്രായമുണ്ട്. അപ്പം അങ്ങനെ 20 വയസ്സ് പ്രായമുള്ള ആ സമയത്ത് അതെയോ ഇസ്രായേൽ ജനത്തിൻ്റെ പാപം കണ്ട് അതെ ദൈവത്തിൻ്റെ കഠിന ന്യായവിധിയുടെ ദൂത് അവരെ അറിയിക്കുകയാണ്. 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, നീ യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിക്കുവാൻ ഈ വാതിലിൽ കൂടി കടന്നു വരുന്നവരായ എല്ലാ യഹൂദന്മാരുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിനെന്ന് വചനം വിളിച്ചു പറയുക. നോക്കുക, അതുകൊണ്ട് 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സുള്ള സമയത്ത് എന്ത് ചെയ്തു? അതെ, താനത് വിളിച്ചു പറയുകയാണ് ജനത്തിൻ്റെ പാപം. കാരണം അത് എഴുതി വെച്ചിരിക്കുന്നത്, എൻ്റെ ആലയം, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്നാണ്. അതായത് 7 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സ്, അതായത് യെരമ്യാ 7 മുതൽ 10 വരെയുള്ളതായ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ യോശിയ രാജാവ് ആലയം ശുദ്ധീകരണം നടത്തുകയാണ്. അങ്ങനെ യോശിയ രാജാവിൻ്റെ ആലയ ശുദ്ധീകരണം അത് നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, ന്യായപ്രമാണം എന്ത് ചെയ്തു? ചുരുൾ അത് കണ്ടതിന് ശേഷമുള്ള ആ യിരെമ്യാവിൻ്റെ ശുശ്രൂഷ ഒരേ ഏജിലുള്ള രാജാവും പ്രവാചകനും ഇവിടെ ഈ ചുരുള് കണ്ടെത്തിയപ്പോൾ അതിനുശേഷം എത്ര ഗൗരവമായ കാര്യമാണ് അവിടെ നടത്തുന്നത്. ആരാണ് ഈ ചുരുൾ കണ്ടത്? യിരെമ്യാവിൻ്റെ പിതാവായ ഹിൽക്കിയാ പുരോഹിതനാണ് ഈ ചുരുൾ കണ്ടെത്തിയത്. അപ്പോൾ കിങ് എന്ത് ചെയ്തു? ഈ രാജാവ് യോശിയ അത് ടെമ്പിളിൽ ക്ലീൻ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ടെമ്പിള് ക്ലീൻ ചെയ്യുന്നതായ ഈ സന്ദർഭത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിൻ്റെ 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണത്തെ കണ്ടെത്താൻ ഇടയായി. അങ്ങനെ ഹിൽക്കിയാ പ്രവാചകനാണ് ന്യായപ്രമാണം കണ്ടെത്തിയത്. എവിടെ കിടക്കുന്നു ന്യായപ്രമാണം? ദ്രവ്യത്തിൻ്റെ
അടിയിലാണ് ന്യായപ്രമാണം കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്തുകൊണ്ട് ന്യായപ്രമാണം ഈ ദ്രവ്യത്തിൻ്റെ അടിയിലേക്ക് പോയി? തിരുവെഴുത്തുകളെ വേണ്ടെന്നിൽ പഠിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനായിട്ടും അതിനുള്ള താല്പര്യമില്ലാതെ പണത്തിൻ്റെ പുറകെ പോയി പണം കുമിഞ്ഞുകൂടിയപ്പോൾ എന്ത് ചെയ്തു? ന്യായപ്രമാണം പണത്തിൻ്റെ അടിയിലാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ സത്യങ്ങളെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളെ കണ്ടെത്തിയപ്പോൾ അവർക്ക് പണമുണ്ടായിരുന്നില്ല. അവർ കിട്ടിയ വചനവുമായിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വേദപുസ്തകം എടുത്തുകൊണ്ട് ഓടി. പണം എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല, അതിനുള്ള നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ തലമുറകൾ മാറി മാറി വന്നപ്പോൾ എന്ത് ചെയ്തു? അവർ പണം എടുക്കുന്ന തിരക്കിൽ ന്യായപ്രമാണം വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്ന അല്ലെങ്കിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 34-35 വായിച്ചപ്പോൾ രാജാവ് യോശിയ എന്ത് ചെയ്തു? ഒരു നിയമം ചെയ്തു. എല്ലാവരും പെസഹയ്ക്ക് വിളിച്ചു കൂട്ടി. അപ്പോൾ ഹോമയാഗം അർപ്പിക്കാനായിട്ട് അങ്ങനെ യഹൂദന്മാരുടെ പുളിപ്പില്ലാത്ത പെരുന്നാൾ കഴിഞ്ഞു. എന്ത് ചെയ്തു? എല്ലാവരും ചേർന്ന് ആചരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. കാരണം 2 ദിനവൃത്താന്തം 36-16 മുതൽ 18 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എല്ലാവരും പാപ വഴി വിട്ട് മാറേണ്ടതാണ്. പാപ വഴി മാറിയില്ല എന്ന് നമുക്ക് കാണാണ്ട് കഴിയും. കേവലം എന്ത് ചെയ്തു? കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്, പക്ഷേ പാപം വിട്ട് മാറുന്നില്ല. പെസഹ ആചരിക്കുന്നുണ്ട്, പാപം വിട്ട് മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറയുടെ ചിത്രമാണ് അല്ലേ? ധാരാളം പ്രസംഗങ്ങളുണ്ട്, ധാരാളം കൺവെൻഷനുകളുണ്ട്. പക്ഷേ പ്രസംഗിക്കുന്നവരും പ്രസംഗകരും ധാരാളം. പക്ഷേ ജനം എന്ത് ചെയ്യുന്നില്ല? ജനം പെസഹ ആചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആരാധന നടക്കുന്നുണ്ട്, അപ്പമുറിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നില്ല എന്നുള്ള ഗൗരവതരമായ ഒരു തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അപ്പമുറിയുണ്ട്, ഉപവാസമുണ്ട്, മഹായോഗം ഉണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ആലയത്തിൽ എന്തില്ല? ദൈവീക കൂട്ടായ്മ ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സഹോദരന്മാരോടുള്ള കൂട്ടായ്മയില്ല. അപ്പോൾ ദൈവീക കൂട്ടായ്മയും ഇല്ല, സഹോദരന്മാരുള്ള ബന്ധവും കൂട്ടായ്മയില്ല. പകരം എന്തുവാണ്? വൈരാഗ്യം, കടുപ്പുള്ള മുഖഭാവം എന്ന് പറഞ്ഞാൽ ക്രൂര മനോഭാവം, ഹൃദയം വളരെ കഠിനപ്പെട്ട ഹൃദയം, അലസതയും കയ്പും ഉളവാക്കുന്ന വാക്കുകൾ പ്രദർശിപ്പിക്കുവാനുള്ളതായ സ്ഥലങ്ങളായിട്ടൊക്കെ മാറിയിരിക്കുകയാണ് ദേവാലയം. അങ്ങനെയുള്ള ഒരു സ്ഥലമാണോ ദേവാലയം? അല്ല. പ്രിയപ്പെട്ടവരെ, സമാഗമന കൂടാരത്തിൽ പെട്ടകത്തിൻ്റെ വിശ്രാമ സ്ഥലമാണ് ശീലോ അല്ലേ? ആ ശീലോവിനെ എങ്ങനെ ദൈവം നശിപ്പിച്ചോ അതുപോലെ നശിപ്പിക്കും. അതെന്തുകൊണ്ടാണ്? ഏലിയുടെ മക്കളുടെ പാപം ആണ് ആ വലിയ ന്യായവിധിക്ക് കാരണമായി തീരുവാനിടയായത്, ദേവാലയം നശിപ്പിക്കുവാനിടയായത്. എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെയും പാപം ഒരിക്കലും ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ മേൽ വരുവാൻ ഇടയാകാതെ വണ്ണം നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിച്ച്, കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ആളുകളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചും ശുദ്ധീകരിച്ചും അവൻ്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം. ഈ സന്ദേശം കേൾക്കുന്നവരും കർത്താവ് ചെയ്തതായ കാര്യങ്ങൾ എന്തായിരുന്നു? അവനെന്ത് ചെയ്തു? അവന് ദേവാലയത്തെ ശുദ്ധീകരിച്ചു എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവന് ദേവാലയത്തെ നോക്കി കരഞ്ഞു. മാത്രമല്ല, ദേവാലയത്തിലെ അശുദ്ധമായ കാര്യങ്ങൾ, കച്ചവടങ്ങളെല്ലാം പുറത്താക്കി. പിന്നീട് നമ്മൾ വായിക്കുന്നത് 47-ാമത്തെ വാക്യത്തിൽ അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. ഇതാണ് നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്കും വരുന്ന ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ ടീച്ചിങ് നമുക്ക് വളരെ ആവശ്യമാണ്. എന്നാൽ ടീച്ചിങ് മാത്രം പോരാ, അത് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നടത്തുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. അങ്ങനെ കർത്താവ് യെരൂശലേം ദേവാലയത്തിലേക്ക് വന്നു, അതിനെ നോക്കി കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അതിനുള്ളിലുള്ളതായ കച്ചവടക്കാരെല്ലാം അടിച്ചു പുറത്താക്കി. അതിനുശേഷം കർത്താവ് അതിനെ ശുദ്ധീകരിച്ചതിന് ശേഷം അവൻ ദിവസേന ദേവാലയത്തിൽ പ്രവേശിച്ച്
അത് ദേവാലയത്തിൽ ഉപദേശിച്ചു പോകും. ഈ മഹത്തായ കാര്യങ്ങളാണ് ഈ യേശു ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അത് ചെയ്തതും യേശു അവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. നമുക്കും വരുന്ന ദിവസങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ രണ്ടാമത്തെ സൺഡേ നമുക്കങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു, എരിവെ
തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം.